എന്തായാലും എൻ്റെ കുടുംബക്കാരോടും കൂട്ടുകാരന്മാരോടൊക്കെ പറഞ്ഞിട്ടേ മാക്സിമം സെറ്റാക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞ ഫോട്ടോ എടുക്കാൻ മറക്കരുത്. വോട്ട് ചെയ്യണതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് അയച്ചു തന്നാൽ മതി. നമുക്ക് പിന്നെ പൈസ പ്രൊവൈഡ് ചെയ്യാം, പ്രശ്നമില്ല. ലീഗിന് എന്ത് വില കൊടുത്തിട്ട് നമുക്ക് പരാജയപ്പെടുത്തണം. മേലപ്പട്ടാമ്പിയിൽ ലീഗിന്റെ സ്വാധീനം ഇനി ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി എത്ര പൈസ മുടക്കാനും റെഡിയാണ്. ഇത് പുറത്ത് വിടരുത് കേട്ടോ. നിങ്ങൾ വിശ്വസിച്ചിട്ടാണ് അത് പറയണത്. ഓക്കെ, വോട്ട് ചെയ്യുന്ന സമയത്ത് നീ ഫോണിന് വോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഫോട്ടോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നമുക്ക് 5000 രൂപ വരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത്രയും അഭിമാന പ്രശ്നം ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വോയിസ് അയക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും കാര്യമായിട്ട് തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ ഇതിന് പരിശ്രമിക്കുക. ഇപ്രാവശ്യം നമ്മൾ ലീഗിനെ തുടച്ച് നീക്കണം. അവിടുന്ന് മേലപ്പട്ടാമ്പിൽ അവർക്കൊരു സ്വാധീനം കൊടുക്കരുത്. 12 പിന്നെ അത്ര പ്രശ്നമില്ലല്ലോ. 12 ജമാഅത്തരല്ലേ, ഒരു ജയിക്കണോ ജയിച്ചോട്ടെ, അത് നമുക്ക് പ്രശ്നമില്ല. നമുക്ക് 13, 17 എന്ത് വില കൊടുത്തിട്ടും നമുക്ക് പിടിക്കണം, പിടിച്ചേ മതിയാവുള്ളൂ. അതുപോലെ ബാക്കി 11 നമ്മൾ വലിയ കാര്യമാക്കണില്ല. അതൊക്കെ പിന്നെ കിട്ടിയാൽ മതി. നിങ്ങക്ക് വോട്ട് 13-ാം വാർഡിലല്ലേ വരുന്നേ. അപ്പൊ നീ വോട്ട് എന്തായാലും ഫോണിന് ചെയ്യണം. നീ അവരെ കൂടെ നടന്നോ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് ഇലക്ഷൻ സമയത്ത് നിന്റെ വീട്ടിൽ നിന്റെ വോട്ട് എന്തായാലും നമുക്ക് വേണം. ഇപ്രാവശ്യം നമ്മൾ ലീഗരെ തോൽപ്പിക്കലാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അതിനെന്ത് റിസ്ക് എടുത്താലും അഭിമാന പ്രശ്നമായിട്ട് ഇത് എടുത്തിട്ട് നമുക്ക് ഫോണിന് വിജയിപ്പിക്കണം. 3 അതുപോലെ ഷാജിഖാന്റെ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ പറഞ്ഞോ, നമുക്ക് എന്ത് വേണം ചെയ്യും. 25,000 വരെ കൊടുക്കാം നമുക്ക്, അതൊന്നും പ്രശ്നമില്ല. ആ നായി തങ്ങളൊക്കെ നമുക്ക് ഒരു പാഠം പഠിപ്പിക്കണം. മേലെ റോഡ് പൊളിച്ചാ മറ്റേ റോഡ് പണി നടത്തിയുള്ള റോഡ് പണി എന്ന് പറഞ്ഞു ആ ബിൽഡിങ് കയറിയത് അതാണ്ട് എടുത്തിട്ടാലോ. നമ്മുടെ ബംസഖാന്റെ തറവാടിന്റെ അവിടുത്തെ മതിൽ കിട്ടിയ കാര്യമൊക്കെ കണ്ട് എടുത്തിട്ടാലോ ഫേസ്ബുക്കില്. അന്നൊരു ഏതായാലും ഒരു വിവാദം കൊടുന്നതല്ലേ, വിവാദമല്ല ഒരു സംഭവം ഉണ്ടാക്കിയതല്ല അന്ന്. അതിനെ പറ്റിയൊരു പോസ്റ്റ് എഴുതിയേ. ഇപ്പൊ സാജിദും അക്ബർക്കൊക്കെ പറഞ്ഞ മാതിരി ഡെയിലി ഇതുപോലത്തെ ഓരോ വിഷയങ്ങൾ ഇടുക. കാരണം ഒന്നിന് മറുപടി വരും, കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അവർ ഒന്നിച്ച് മറുപടി വരായിരിക്കണ്ട. ഒന്നിന് മറുപടി പറഞ്ഞു വരുമ്പോഴത്തേന് അടുത്ത മറുപടി വരുമ്പോഴത്തേന് അടുത്തത്, അങ്ങനെ ഡെയിലി ഒരു വിഷയം ഇട്ടിട്ട് അവർ ഈ പ്രചരണം ചെയ്യുന്നതിന് നേരെ അവർക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിന്മേൽ കയറിയിട്ട് പോയിക്കൊള്ളും നാട്. അതാവും നന്നാവുക. എടാ, അതുപോലെ അവരെ മയ്യത്ത് പരിപാലനം, പലിശരഹിത വായ്പ, മരുന്ന് വിതരണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്.